അവൻ ഇപ്പഴങ്ങനെ ഇറങ്ങുന്നു ചോദിക്കണേ. ഇതിപ്പോ 2:30 കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ നീ ചോദിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. നമുക്ക് പോകണമെന്ന് പറഞ്ഞു. 3 മണിക്കാണ്. പടം 3 മിനിറ്റോ? എന്താ ഇതൊരു കണ്ണി കണ്ട കൂട്ടുകാരന്മാരൊക്കെ ഇതെന്തതും. ശ്യാമേ, എടാ ഇറങ്ങാറായടാ. 10 മിനിറ്റ്. 10 മിനിറ്റ്. കുന്തം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പൊ എത്രയെന്ന് അറിയാമോ? 3 മണിക്കാണ് ഷോ. ഇപ്പൊ 2:45. ഇനി 10 മിനിറ്റ് അവൻ ഇറങ്ങിയിട്ട് പിന്നെ എപ്പോഴും സിനിമയ്ക്ക് പോകുന്നു. ഞാൻ മീറ്റിംഗും കളഞ്ഞിട്ടാണ് നിൽക്കണം. നിങ്ങൾ ഈ കളിക്കരുത്. ഒരു പണി, ആ ചേട്ടൻ ഇറങ്ങുന്നവരെ ഏട്ടനോട് നിൽക്കും, ഞങ്ങളൊന്ന് പോട്ടെ. അതിന് ടിക്കറ്റ് ഇവനെല്ലാം എടുത്ത് വെച്ചേക്കണത്. പിന്നെ നമ്മൾ മാത്രം അങ്ങോട്ട് പോയാൽ ടിക്കറ്റ് എടുത്തിട്ടില്ല, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. എടുത്തിട്ടില്ലേ? കാണാനാടാ ടിക്കറ്റും എടുത്തിന്. ഇത് ഇനി പോണ്ടേ? ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ ഇവന്റെ പരിപാടി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തോ വലിയ കുഴപ്പമാണ് അവന്റെ വയറിന്. മനുഷ്യ സഹജമല്ലേ? എന്താണ് ഇത്? എന്നെ നമ്മുടെ ഭാഗത്ത് എന്താണ് ഞാൻ പറഞ്ഞു? ഞാൻ പറയണ്ടേ? മീറ്റിങ്ങിന് പിന്നെ ആര് പോകും? അന്നേ പിന്നെ ക്ലീറ്റോച്ചയുടെ മീറ്റിങ്ങിനെങ്കിലും പോകും. ഓ, ഇനി മീറ്റിങ്ങിന് ഞാൻ അവിടെ ചെന്നിട്ട് താമസിച്ചാൽ എന്ത് കാരണം പറയും? നാണക്കേടല്ലേ ഇതാണെന്ന് പറയാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് ആദ്യം 5 മിനിറ്റ് പരസ്യമൊക്കെ ആയിരിക്കും തിയേറ്ററിലെ. അത് വേണ്ട, ഇപ്പൊ ഇറങ്ങും. സിനിമ അങ്ങോട്ട് എഴുതി കാണിക്കണം. അവിടെ തൊട്ട് കാണാൻ എന്നോട് പറഞ്ഞാണ്. ആ തുടക്കം തൊട്ട് കാണുന്നില്ല. എനിക്കറിയാമോ, ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ പോവും സാധാരണ. ഇതിപ്പോ 40 പ്രാവശ്യം പോകും. ഞാൻ അപ്പൊ ഇളക്ക താരടി അപ്പായി വന്നിരിക്കണം. രാവിലെ ഏതാണ്ട് ദോശയും തിന്നിട്ട് വന്നേക്കുവാ. നമ്മുടെ ഭാഗത്തും ചിന്തിച്ചു. ഓ, എവിടെ പോകുന്നു പറഞ്ഞിട്ട്? പോണായിരുന്നു. ഇനിയിപ്പോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് പോയാൽ മതി. ആണല്ലേ? ബുദ്ധിമുട്ടായില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടാണ്. നീ എവിടെ ഇതറാ? നീ അവിടെ തന്നെ ഉണ്ടല്ലേ? എനിക്ക് നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. എടാ, ആ വഴി കിടന്ന പോസ്റ്റ് എന്റെ വഴിയിലോട്ട് എടുത്ത് മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസ് എന്തോ ഉണ്ടാക്കണം പറഞ്ഞത്. നിന്നെ നീ ഇപ്പൊ എവിടെ നിൽക്കുന്ന പറടാ, അത് പറ. നീ ഇങ്ങോട്ട് വാ. ഞാൻ മിലിറ്ററി ക്യാമ്പിന്റെ അടുത്തുണ്ടാ. കനകന്റെ വീട്ടിൽ ഉണ്ടാ. ഹൗസ് നമ്പർ എത്ര കനക? A621. എത്ര? A621. A629. 621. വാടാ, ഇങ്ങോട്ട് വാ. നീ വാ വന്നിട്ടേ ഉള്ളു നീ കാര്യം. എന്റെ വഴിയില് നീ അടി. നീയല്ലേ പറഞ്ഞ നീ അടി. നീയല്ലടാ പറഞ്ഞ അങ്ങ് മറിക്കുമെന്ന്. ഞാൻ മറിക്കൂടാ. നീ അടിയടാ. എടാ, നീ പറഞ്ഞ നീ ഒരു ഗുണ്ടയുടെ വീട്ടിൽ നീ വരാല്ലടാ പറഞ്ഞ. ഞാൻ വന്നടാ. നീ അടി. ഏത് ഗുണ്ടയുടെ വീട്ടിൽ? എന്റെ മുമ്പിലല്ലോ നിൽക്കും. നീ അടി. ഏത് ഗുണ്ടയുടെ വീട്ടിൽ? നീ ഒരു കനകനെ ഗുണ്ടയുടെ പേര് പറഞ്ഞു. നീ അടി. നീ അടി. നീ അടിയടാ. നീ അടിയടാ. ആദ്യം നീ അടി. നീ അല്ലടാ പറഞ്ഞ. നീ ഇവിടെ നിൽക്കുന്നത്. നീ ആണ്ട് മറിക്കഴിഞ്ഞ് വരാൻ പറഞ്ഞ. ഞാൻ വന്ന് നിൽക്കാൻ എന്റെ അടുത്ത് എന്റെ വസ്തുവിനകത്ത് പോസ്റ്റ് കേട്ടിട്ട് ഞാൻ മറിക്കുന്നില്ല. മറിച്ചിരിക്കും. ഞാൻ മറിച്ചിരിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടിക്കോ? എന്നിട്ട് വേണം എനിക്ക് സിനിമയ്ക്ക് പോവാൻ. എടാ, അടിയടാ. നീ അടിയടാ. നീ അടിയടാ പറഞ്ഞിട്ടൊന്നുണ്ടോ? എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. നെഞ്ചിലെ പൂട്ടിയാളൊക്കെ പറഞ്ഞേട്ടാ. നീ ഇവിടെ നില്ല. ഒന്ന് നോയിക്കോണേ അവനെ. കനക, അവനെ വിടരുത്. ഒരു 10 മിനിറ്റ് ഞാൻ ദാ വരുന്നു.